താപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ ബ്രഹ്മ സമാജം അംഗങ്ങൾ അവരുടെ ഇടപെടലുകളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭഗവാൻ അവരെ തൻ്റെ ആ അവതാര ലക്ഷ്യ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഏത് വിധത്തിലാണ് അവരെ സജ്ജമാക്കിയത്, അതിൽ ഓരോരുത്തരെങ്ങനെയാണ് ഭഗവാന്റെ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ വഴിയെ വന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത്. അതിൽ പ്രധാനമായി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതാപചന്ദ്ര മജുംദാറും അതേപോലെ ത്രൈലോക്യനാഥ് ദേവും ഇങ്ങനെ രണ്ടുപേരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ പ്രതാപചന്ദ്ര മജുംദാറുടെ കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. അതായത് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു പ്രമുഖ വ്യക്തി എന്നുള്ള നിലയിൽ ഒരു തരത്തിലും ശ്രീരാമകൃഷ്ണ പരമഹംസരെ അംഗീകരിക്കാൻ മനസ്സാ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ. കാരണം അവരുടെ പാണ്ഡിത്യമോ അവരുടെ ആ പ്രൗഢിയോ ഒന്നും തന്നെ പ്രകടമാക്കാത്ത ഒരു സാധാരണ ഒരു പൂജാരി. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തിനു മനസ്സിലാക്കണം എന്ന് സ്വതവേ മനസ്സിൽ ധാരണയുണ്ടായിരുന്ന ഒരാൾ, അതാണ് പ്രതാപചന്ദ്ര മജുംദാറിൽ നമ്മൾ കണ്ടത്. പിന്നീട് പ്രതാപചന്ദ്ര മജുംദാർ 1879 ഭഗവാനെക്കുറിച്ച് വളരെ സുദീർഘമായി എഴുതി. 1879 പ്രതാപചന്ദ്ര മജുംദാർ എഴുതുന്നത് ഭഗവാനെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ വചനാമൃത കാലം ആരംഭിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന, അതായത് ഈ ബ്രഹ്മ സമാജം ത്തിലെ പ്രമുഖരായ ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അന്തരംഗ ശിഷ്യന്മാർ വന്നു ചേർന്നതിന് ശേഷം, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു പരിചിത വലയത്തിൽ നിൽക്കുന്നത് ഈ അന്തരംഗ ശിഷ്യന്മാരും ഭഗവാന്റെ ശിഷ്യരായിട്ടുള്ള ഇവരെല്ലാം വന്ന് എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് എന്നുള്ളതിൻ്റെ ഭാഗത്താണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുഴുവനും അടിത്തറ പാകി ഇതിനെ ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നുകൊണ്ട് അതിനെ പ്രതിഷ്ഠാപനം നടത്തിയിട്ടുള്ളത് ബ്രഹ്മസമാജംകാരാണ്. കാരണം അവരിലൂടെ മാത്രമേ ബംഗാളിൽ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പം ഭഗവാൻ പോലും അതിനായിട്ടാണ് അവരെ തന്നെ തിരഞ്ഞെടുത്തത്. അവരിൽ ഏറ്റവും പ്രമുഖനായ കേശവചന്ദ്രസേനെ തന്നെയാണ് ഭഗവാൻ ആദ്യം തൻ്റെ ഉറ്റ ബന്ധുവാക്കി മാറ്റിയത്. അപ്പോൾ കേശവചന്ദ്രസേനിലൂടെയാണ് പിന്നീട് ബ്രഹ്മസമാജത്തിൻ്റെ പുതിയ തലമുറയെ മുഴുവനും ഭഗവാൻ തൻ്റെ ആ അവതാര ലീലയ്ക്ക് സഹായകമാകും വിധം പരിഭാഗപ്പെടുത്തിയെടുത്തത്. അപ്പോൾ ഈ ഗണത്തിൽപ്പെടുന്ന ഇവരെല്ലാം തന്നെയാണ് ഭഗവാനെക്കുറിച്ച് ബോധ്യപ്പെട്ട്, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ബോധ്യപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ മാറിയെന്ന് മാത്രമല്ല, അവരെല്ലാം തന്നെ ഇത് പ്രസിദ്ധീകരിക്കാനും കൂടെ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 1879 പ്രതാപചന്ദ്ര മജുംദാർ എഴുതുന്നു. അതിനു മുമ്പ് ശ്രീരാമകൃഷ്ണ യുക്തി എഴുതിയത് ഇദ്ദേഹമാണ്, നമ്മുടെ കേശവചന്ദ്രസേൻ എഴുതി. പിന്നെ കേശവചന്ദ്രസേനു ശേഷം ശ്രീരാമകൃഷ്ണ യുക്തി എന്ന് പറയുന്നത് പിന്നീട് എഴുതി വരുന്നത് അദ്ദേഹത്തിന് കേശവചന്ദ്രസേൻ്റെ തന്നെ ഒരു ഏറ്റവും അടുത്ത ബന്ധുവായ, അടുത്ത ഏറ്റവും ഒരു മുഖ്യ അനുയായി എന്ന് വേണമെങ്കിൽ പറയാം, ഗിരീഷ് ചന്ദ്രസേൻ. അദ്ദേഹമാണ്
പിന്നീട് രണ്ടാമത് കേശവചന്ദ്രസേൻ എഴുതിയ ശ്രീരാമകൃഷ്ണർ യുക്തിക്ക് രണ്ടാം ഭാഗം എഴുതുന്നത് ഗിരീഷ് ചന്ദ്രസേനാണ്. അപ്പോൾ അത്തരത്തിലുള്ള അപ്പോൾ ഇതിൽ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബ്രഹ്മസമാജം അംഗങ്ങളാണ് ഭഗവാനെക്കുറിച്ച് കൂടുതലും എഴുതിയിട്ടുള്ളത്. കൂടുതൽ എഴുതി അന്നത്തെ ബംഗാളിൽ പ്രചാരം ലഭിക്കത്തക്ക വിധം, അല്ലെങ്കിൽ സാമാന്യ ജനത്തിനും അതിനേക്കാൾ ഉപരിയുള്ള ഈ വളരെ ഉന്നതിയിലുള്ള സമൂഹത്തിൽപ്പെട്ട ആളുകൾ, പ്രഗത്ഭരായ അവിടുത്തെ ഭദ്രലോക് എന്ന്, ബംഗാളിൽ ഭദ്രലോക് എന്ന് വിളിക്കുന്ന ആ ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റി, അവരുടെ ഇടയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹത്വത്തെ എത്തിക്കുന്നതിന് വേണ്ടി ബ്രഹ്മസമാജം അംഗങ്ങളാണ് കൂടുതലും എഴുതിയിട്ടുള്ളത്. അവരുടെ റൈറ്റിങ്സിലൂടെയാണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്താൻ സാധ്യമായത്. ഇത് ഭഗവാൻ തൻ്റെ ലീലയ്ക്ക് വേണ്ടിയിട്ട്, തൻ്റെ ആ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, അവതാര ഉദ്ദേശത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അണിയിച്ചൊരുക്കി നിർത്തിയവർ തന്നെയാണ് ഇവരെല്ലാം. പക്ഷെ അവരെല്ലാം അവരുടേതായ ഒരു പാർട്ട് വളരെ ഗംഭീരമായിട്ട് ഈ ഭാഗത്ത് അത് നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇവരിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ തരത്തിൽ പ്രതാപചന്ദ്ര മജുംദാറാണ് 1879 കുറിച്ച് കേശവചന്ദ്രസേനൊക്കെ ശേഷം ഈ പ്രതാപചന്ദ്ര മജുംദാറാണ് ഇത് എഴുതുന്നത്. നോക്കൂ, അപ്പോൾ പ്രതാപചന്ദ്ര മജുംദാർ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് താൻ എന്തിന് ഇദ്ദേഹത്തെ മാനിക്കണം, ശ്രീരാമകൃഷ്ണദേവനെ എന്തിനു മാനിക്കണം, കാര്യം നിരക്ഷരനായ ഈ വ്യക്തിയെ കേൾക്കാൻ പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ അതിൻ്റെ ആ കേശവചന്ദ്രസേൻ പ്രതാപചന്ദ്ര മജുംദാറിലുണ്ടായ മാറ്റത്തെ കണ്ടതാണ്. പരമഹംസൻ്റേത് ആവേശഭരിതമായൊരു തത്വമാണ് അച്ചടക്കത്തോടെയുള്ള അഭ്യാസ സാധനകളിലൂടെ ഇന്നത്തെ ഭക്തിനിർഭരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നത് അത്ഭുതകരമായൊരു കാര്യമാണെന്ന് പ്രതാപചന്ദ്ര മജുംദാർ സമ്മതിച്ചു കൊടുത്തു. ഇതേവരെ ഒന്നും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതിന് കഴിയുകയില്ല. ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് ഒരക്ഷരം എഴുതാനറിയില്ല, അതിനുള്ള കഴിവുമില്ല. ഒരിക്കലും ഉപദേശങ്ങൾ നൽകാൻ ശ്രമിച്ചിട്ടുമില്ല. അതേസമയം ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് ആത്മാവിൻ്റെ തത്വങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പം പ്രതാപചന്ദ്ര മജുംദാർ പറയുന്നത് അദ്ദേഹം ഒരക്ഷരം പോലും എഴുതുന്നില്ല, അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഉപദേശങ്ങളെ എഴുതാൻ സന്നദ്ധരാക്കിയിട്ടുള്ളത് ഇവരെ പോലെ, പ്രതാപചന്ദ്ര മജുംദാറെ പോലുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് നിയോഗിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും പ്രതാപചന്ദ്ര മജുംദാർ പറയുന്നു, ഒരിക്കൽ പോലും അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. താൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തണമെന്നോ അത് ജനങ്ങളിൽ പ്രചാരം കൊടുക്കണമെന്നോ ഒരിക്കൽ പോലും ശ്രീരാമകൃഷ്ണദേവൻ ആരോടും സംസാരിച്ചിട്ടില്ല. എന്നിട്ടും ഇവരെല്ലാം അത് കേട്ട് മനസ്സിലാക്കി ഇത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടതാണ് എന്ന് ഉത്തമ വിശ്വാസം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതാപചന്ദ്ര മജുംദാറെ പോലുള്ളവർ ആ കൃത്യം ഏറ്റെടുത്ത് ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ ഉപദേശങ്ങളെക്കുറിച്ച് എഴുതാനുള്ള ഒരു കാരണം. ഇതാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗമാണിത്. എന്നിട്ട് ഇനി ഈ പ്രതാപചന്ദ്ര മജുംദാറെ പോലെ തന്നെ അടുത്ത ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു പ്രമുഖനായ വ്യക്തിയായിരുന്നു ത്രൈലോക്യനാഥ് ദേവ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയാണ്, ത്രൈലോക്യനെക്കുറിച്ച്. അപ്പോൾ ഈ ത്രൈലോക്യനാഥ് ദേവ് തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നത്, അതായത് വചനാമൃതം, മാസ്റ്റർ മഹാശയൻ്റെ വചനാമൃത രചനയെല്ലാം കഴിഞ്ഞ ശേഷം, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, ആ രചനാകാലമെല്ലാം കഴിഞ്ഞ് ഉള്ള ആ ഒരു പിന്തിരിഞ്ഞു നോട്ടമാണ് ത്രൈലോക്യൻ നടത്തുന്നത്. ഭഗവാന്റെ ദേഹത്യാഗത്തിനൊക്കെ ശേഷം ത്രൈലോക്യൻ ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ധാരാളമായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിവരിക്കുന്ന ഭാഗത്ത് ത്രൈലോക്യൻ പറഞ്ഞത്, ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ത്രൈലോക്യൻ പറയുന്നതാണ്. പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ശ്രീരാമകൃഷ്ണദേവൻ വളരെ ദേഷ്യത്തോടെ പ്രയോഗിക്കുന്ന ഒരേ ഒരു വാക്കേ ഉള്ളൂ, അത് റാസ്കൽ എന്നാണ്. നമ്മളിവിടെ പോലീസുകാരൊക്കെ കേട്ടിട്ടുള്ള വാക്കാണത്. ഇപ്പോഴത്തെ പോലീസുകാരല്ല, പണ്ടത്തെ പോലീസുകാർ നാടകങ്ങളിലൊക്കെ പോലീസ് കഥാപാത്രം വന്നാൽ ഈ വാക്ക് കൃത്യമായി ഉപയോഗിക്കണം എന്നാണ്.
ആ വാക്ക് ഇപ്പം നിലവിൽ പ്രയോഗത്തിലില്ലാത്തൊരു വാക്കാണ്. പുതിയ കാലഘട്ടത്തിൽ ആ വാക്ക് ഉപയോഗിക്കാറില്ല. എന്നാലും അറിയാം, പണ്ടുള്ളവരിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ റാസ്കൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ത്രൈലോക്യന് ഇതൊരു അത്ഭുതമായിട്ട് തോന്നി. എങ്ങനെയാണ് ഭഗവാൻ ഈ വ്യക്തികളെ അല്ലെങ്കിൽ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ റാസ്കൽ എന്ന് പ്രയോഗിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ത്രൈലോക്യന് ഒരു വലിയ സംശയമുണ്ട്. അപ്പോൾ ഇതൊരു ദിവസം ത്രൈലോക്യൻ ശ്രീരാമകൃഷ്ണദേവനോട് അതിനെപ്പറ്റി ചോദിച്ചു, അങ്ങ് എന്താണ് ഈ ആളുകളെ റാസ്കൽ എന്നൊക്കെ ചിലരെ വിളിക്കുന്നത് എന്താണെന്ന്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുമ്പോൾ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? ഈ വരുന്നവരെല്ലാം തന്നെ മത അന്വേഷകരായ ആൾക്കാരാണ്, അല്ലെങ്കിൽ ആധ്യാത്മികത അന്വേഷിച്ച് അതേക്കുറിച്ച് ബോധ്യപ്പെടാൻ വേണ്ടി വരുന്നവരാണ്. അങ്ങനെ വരുന്നവരെ എന്തിനാണ് റാസ്കൽ എന്ന് വിളിക്കുന്നത് എന്ന് ഈ ത്രൈലോക്യനാഥ് ത്രൈലോക്യൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു എന്നാണ് ഇത് ത്രൈലോക്യൻ പിന്നീട് വിവരിക്കുന്നതാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിന് പറഞ്ഞ മറുപടി എന്തെന്ന് വെച്ചാൽ, അവർ ഇവിടെ വരുന്ന അവസരത്തിൽ ഞാൻ അങ്ങനെ വിളിക്കുന്നതിൻ്റെ ഒരു കാരണം, അത് അവരിവിടെ വരുന്നത് കാണുമ്പോൾ വളരെ കൗതുകപൂർവമാണ് അവരിവിടെ വരുന്നത്. അവരുടെ ആദ്യത്തെ വരവ് കാണുമ്പോൾ കാണുന്നവർക്ക് തോന്നും അവർ വലിയൊരു സത്യാന്വേഷികളാണ്, മതാന്വേഷികളാണ്, ആധ്യാത്മികതയുടെ അന്വേഷികളാണ് എന്ന് അവരുടെ ആദ്യത്തെ വരവ് കാണുമ്പോൾ തോന്നും, സാധാരണക്കാർക്ക് തോന്നും. സത്യത്തിൽ അവർ വരുന്നത് എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നെ ശല്യപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഈ വരുന്നവർക്കുള്ളൂ. അങ്ങനെ വരുന്നവർക്ക്, എല്ലാവരെക്കുറിച്ചല്ല, ഈ ആരെയാണോ റാസ്കൽ എന്ന് ഭഗവാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ ഭഗവാൻ അറിയാം ഈ വരുന്നത് തന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി. കാര്യം ഇവരൊന്നും ഉൾക്കൊള്ളാനും പോകുന്നില്ല, ഇവർക്ക് ഞാൻ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഇവർക്ക് ഈശ്വരനെപ്പോലും അറിയേണ്ട ആവശ്യമില്ല, ഇവർക്ക് അതിനുള്ള താല്പര്യമേ ഇല്ല. എന്നിട്ടും ഇവരിവിടെ വന്ന്, അങ്ങനെ നമുക്കറിയാമല്ലോ, ചിലർ ഈ തർക്കത്തിന് മാത്രം വേണ്ടി ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറേ അറിവ് നേടിയിട്ട് തർക്കിക്കാനിറങ്ങും. ഈ തർക്കത്തിന് വേണ്ടി അങ്ങനെ വരുന്നവരാണ്. അപ്പോൾ ഈശ്വരനെക്കുറിച്ച് ആത്മാർത്ഥമായി കേൾക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവരെ കൂടെ വഴിതെറ്റിക്കുന്നതാണ് ഇവരുടെ സാമീപ്യം കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ ആത്മാർത്ഥത പരിശോധിക്കാനാണ്, അതായത് ആരെയാണോ ഈശ്വരനോട് ആത്മാർത്ഥമായി ഈശ്വരനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടായി വരുന്നവരുടെ, അങ്ങനെ വരുന്നവരുടെ ആത്മാർത്ഥതയെ പരിശോധിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ അല്ലാത്ത ആളുകൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരനെ കാണണം, കേൾക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അവരുടെ ആ ആഗ്രഹത്തിൻ്റെ ആ ആഴം ശരിക്കും അവരെ ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്കത് ബോധ്യപ്പെടും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് ത്രൈലോക്യനോട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു എന്ന് ത്രൈലോക്യൻ പറയുകയാണ്. അപ്പോൾ ത്രൈലോക്യൻ പിന്നീട് വിശദീകരിക്കുന്നതാണ് ഇത്, ഈ പഴയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്രീരാമകൃഷ്ണന് ആളുകളെ വിലയിരുത്തുന്നതിൽ പ്രത്യേക രീതികളുണ്ടായിരുന്നു. ത്രൈലോക്യൻ പറയുന്നുണ്ട്, ശ്രീരാമകൃഷ്ണദേവൻ ഈ ആളുകളെ വിലയിരുത്തുന്നതിന് ചില പ്രത്യേക, നമ്മളും അത് കണ്ടതാണ്, ഓരോരുത്തരുടെ നെഞ്ചിൽ തൊട്ട് നോക്കുക, മുഖം പരിശോധിക്കുക, കൈകൾ പിടിച്ചു നോക്കും, ഇങ്ങനെ ഭഗവാൻ ഒരുപാട് രീതികളുണ്ട് മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ വചനാമൃതത്തിലൊക്കെ പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ മുഖം നോക്കിയാൽ മതി എന്തിനാണ് വന്നതെന്ന് അറിയാൻ പറ്റും. ത്രൈലോക്യൻ പറയുന്നു, ശ്രീരാമകൃഷ്ണദേവൻ ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവന് മനസ്സിലാവും ഈ വന്നിരിക്കുന്ന ആൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ഉടനെ അറിയാൻ പറ്റും. കപടവിശ്വാസികളായ ലൗകികരെ കാണുമ്പോഴാണ് ഭഗവാൻ സാധാരണഗതിയിൽ റാസ്കൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് എന്ന് ത്രൈലോക്യൻ പറയുകയാണ്. അപ്പം ഇങ്ങനെ വരുന്നവർ, ഈ ആരെയാണോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, അങ്ങനെ കപടഭക്തരായ ആളുകളെ, അവരുടെ അങ്ങനെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാമിനി കാഞ്ചനത്തിൽ മാത്രം താല്പര്യമുള്ളവരാണ്. ലസ്റ്റ് ആൻഡ് ഗ്രീഡ്, അതിൽ മാത്രം താല്പര്യമുള്ളവരാണ്. ഇവരോട് ആത്മീയത സംസാരിച്ചാൽ അവർ ഒരു ചെവിയിലൂടെ അത് കേട്ട് മറു ചെവിയിലൂടെ കളയും. അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ
ലൗകികമായ താല്പര്യങ്ങളെ, ധനത്തെയും അല്ലെങ്കിൽ അത്യാർത്തിയും ഒക്കെ ഉള്ള ലൗകികമായ താല്പര്യങ്ങൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനോട് മാത്രം ആഭിമുഖ്യമുള്ള ആളുകളോട് ആധ്യാത്മികതയോ ഈശ്വര കഥയോ പറഞ്ഞാൽ അവർ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയും. അങ്ങനെ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആ ഈശ്വരനാമമാണ് പാഴായി പോകുന്നത്. ഒരു ഈശ്വരനാമം പറയുന്നത് പാഴായി പോകുന്നു. നമ്മളൊരു നല്ല വസ്തുവിനെ എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇട്ട പോലെയാവും അത്. ഈശ്വരനാമത്തെ അതിനർഹമായ പാത്രത്തിൽ മാത്രമേ വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അർഹമായ സ്ഥാനത്ത് മാത്രമേ ഈശ്വരനാമം നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റൂ. അപ്പോൾ അതറിഞ്ഞു വേണം ആ ആളുകളെ തിരഞ്ഞെടുക്കാൻ, നമ്മൾ സംസാരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ അതറിഞ്ഞു വേണം. അങ്ങനെ അർഹതയില്ലാത്തവരെയാണ് ഭഗവാൻ ഒറ്റ വാക്കുകൊണ്ട് പ്രകടമാക്കുന്നത് റാസ്കൽ എന്ന്. ഭഗവാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഇതിന്. പൂച്ചയ്ക്ക് മത്സ്യം വളരെ പ്രിയമാണ്. പൂച്ചയ്ക്ക് മത്സ്യം എന്ന് പറഞ്ഞാൽ ജീവൻ കളയും. പൂച്ച മത്സ്യം കണ്ടാൽ അത്രയ്ക്ക് പൂച്ചയ്ക്ക് മത്സ്യത്തോട് താല്പര്യമാണ്. പക്ഷേ പൂച്ച ഒരിക്കലും കാല് വെള്ളത്തിൽ നനയ്ക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. അതായത് മത്സ്യം വളരുന്നത് അല്ലെങ്കിൽ മത്സ്യം ജീവിക്കുന്നത് വെള്ളത്തിലാണ്. പക്ഷെ ഒരിക്കലും പൂച്ച സ്വന്തം കാല് നനച്ചൊരു മത്സ്യത്തെ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. പൂച്ചയ്ക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ കാല് നനയ്ക്കാൻ അതിന് താല്പര്യമില്ല. ഇത്തരത്തിലുള്ളവരാണ് ഈശ്വരനെക്കുറിച്ച് അറിയാനും ആധ്യാത്മികതയെക്കുറിച്ച് അറിയാനും വരുന്നത്. അവർക്ക് അവരുടെ കാല് നനയ്ക്കാൻ താല്പര്യമില്ല, പക്ഷെ അവർക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ താല്പര്യമാണ് പലതും. അത് ഈ പൂച്ചയുടെ സ്വഭാവമാണെന്നാണ് പറയുന്നത്. ഇതാണ് ഭഗവാൻ അങ്ങനെയുള്ളവരെക്കുറിച്ച് പറഞ്ഞ ഒരു ഉദാഹരണം. പിന്നെ ഇവരുടെ രീതി എന്താണ്? ഇവരുടെ പ്രധാന ഉദ്ദേശം ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സമ്പാദിക്കുക, വാങ്ങിക്കുക, എന്നിട്ട് അതൊക്കെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുക, അല്ലെങ്കിൽ കൂടുതൽ ഈ പ്രകടനപരമായ കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുക. അത് ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉദാഹരണം നോക്കാം. അപ്പോൾ ആ തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് അങ്ങനെയുള്ള മനസ്സിൽ അങ്ങനെയുള്ള താല്പര്യങ്ങൾ മാത്രം നിലനിർത്തുകയും ഈശ്വരനെ അന്വേഷിക്കുന്നു എന്ന ഭാവേന വരികയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ഈ വളരെ എളുപ്പമാണ്, ഈ പൂച്ച കാല് നനയാതെ അല്ലെങ്കിൽ ശരീരത്ത് ഒന്നും പറ്റാതെ മീൻ ആഗ്രഹിക്കുന്ന പോലുള്ള രീതിയിലാണ് ഇവരുടെ അപ്രോച്ച് എന്ന് ഭഗവാൻ പറയുമ്പോൾ, എന്നിട്ട് ഭഗവാൻ തിരിച്ച് ചോദിച്ചു. ആരോട്? നമ്മുടെ ത്രൈലോക്യനോട് അന്ന് തിരിച്ച് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈശ്വരനെ അറിയാൻ എളുപ്പമാണ് എന്ന്? ഈശ്വരനെ അറിയുക എന്നുള്ളതൊരു എളുപ്പ സംഗതിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതാണ് ത്രൈലോക്യനോട് ചോദിച്ചത്. അപ്പോൾ ത്രൈലോക്യനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ പഴയ ഒരു സംഭവത്തിലേക്കാണ് ഇതിൽ വിരൽ ചൂണ്ടുന്നത്. ഒരു മുൻപ് നടന്ന ഒരു സംഭവത്തിലേക്ക്. അതെന്താണ്? ബ്രഹ്മസമാജക്കാരുമായി ശ്രീരാമകൃഷ്ണദേവൻ കൂടുതൽ അടുക്കുന്നതിന് കാരണമായ സംഭവം. അത് കേശവചന്ദ്രസേനെ കാണാൻ ആദ്യമായി പോയപ്പോഴുള്ള അവസരമാണ്. കേശവചന്ദ്രസേനെ കാണാൻ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പോകുന്ന അവസരം നമുക്കറിയാം. അത് പോയ ആ കഥ നമുക്ക് ലീലാമൃതത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേനെ കാണാൻ എന്തിനാണ് വന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ എന്തിനാണ്, ഇപ്പോൾ ഇവിടെ ത്രൈലോക്യനോട് ചോദിച്ച ചോദ്യം നമ്മൾ മനസ്സിൽ വെക്കുക, ഈശ്വരനെ അറിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തെയാണ് ഒരു മുൻ സംഭവത്തിലേക്ക് 1975 നടന്ന ഒരു സംഭവത്തിലേക്ക് ത്രൈലോക്യൻ കൊണ്ടുപോകുന്നത്. എന്താണത്? ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേനെ കാണാൻ എന്തിനാണ് വന്നത് എന്നുള്ളതാണ് ത്രൈലോക്യൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് പല പുസ്തകങ്ങളിലായി ഇതിൻ്റെ സന്ദർഭത്തിൻ്റെ വിവരണം പല രൂപത്തിലാണ് കിടക്കുന്നത്. പൊതുവായി ഉള്ളത് എന്തെന്ന് വെച്ചാൽ ശ്രീരാമകൃഷ്ണദേവനും ഹൃദയനും കൂടെ വന്നു
അങ്ങനെ അവരൊരുമിച്ച് വന്ന് അവിടെ കേശവചന്ദ്രസേനെ കാണാൻ വന്നു എന്നുള്ള ആ ഒരു പാർട്ടാണ്. പക്ഷേ ഇവർ തമ്മിലുണ്ടായ സംസാരത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ പല പുസ്തകങ്ങളിൽ കോട്ട് ചെയ്തിരിക്കുന്ന പല രൂപത്തിലാണ്. അപ്പം ഇവിടെ ത്രൈലോക്യനുമായി ബന്ധപ്പെട്ട ഭാഗത്ത് കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ കേശവചന്ദ്രസേനൻ്റെ മുഖ്യ അനുയായികളിൽ പ്രധാനിയായ ഗിരീഷ് ചന്ദ്രസേനൻ ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഗിരീഷ് ചന്ദ്രസേനനും ഭഗവാനോട് കേശവചന്ദ്രസേനൻ്റെ മുഖ്യ അനുയായിയായ ഗിരീഷ് ചന്ദ്രസേനൻ ആ സ്ഥലത്തുണ്ടായിരുന്ന സമയത്താണ് ഭഗവാൻ കേശവചന്ദ്രസേനെ കാണാനായിട്ട് ആദ്യമായി ചെല്ലുന്നത്. അപ്പോൾ മറ്റ് പുസ്തകങ്ങളിൽ ഈ സന്ദർഭം എഴുതിയവർ ദൃക്സാക്ഷികളല്ല. ഈ ഒരു സന്ദർഭം ഈ കേശവചന്ദ്രസേനെ ശ്രീരാമകൃഷ്ണദേവൻ വന്ന് കണ്ടതിൻ്റെ ദൃക്സാക്ഷി വിവരണം ആകെ പറഞ്ഞിരിക്കുന്നത് കേശവചന്ദ്രസേനൻ്റെ അനുയായി ഗിരീഷ് ചന്ദ്രസേനൻ മാത്രമാണ്. ആ കാര്യം അദ്ദേഹം ദൃക്സാക്ഷിയാണ്. ഇത് അല്ലാത്ത പലരും ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നവരാരും ദൃക്സാക്ഷികളല്ല. അവർ പിന്നീട് ഇത് പകർത്തി എഴുതിയത് അല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ കേട്ട് മനസ്സിലാക്കി എഴുതിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗിരീഷ് ചന്ദ്രസേനൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായി നേരിട്ട് കേട്ട അവസ്ഥയിലുള്ള കാര്യമാണ്. എന്താണ്, എന്തിനാണ് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വന്നത് എന്നുള്ള കാര്യം, അതാണ് പ്രധാനം. അപ്പോൾ ഗിരീഷ് സ്വയം പറയുന്നത്, ഞാനും ഈ സന്ദർഭത്തിൽ കേശവചന്ദ്രസേനോടൊപ്പം ബൾഗേറിയയിലെ ജയഗോപാൽ സെന്നിൻ്റെ ഉദ്യാനവാടിയിൽ ജയഗോപാൽ സെന്നിൻ്റെ ഉദ്യാനവാടിയിൽ ഇരിക്കുമ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ വരവ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഹൃദയനോടൊപ്പം വരുന്നതും കേശവചന്ദ്രസേനോട് ആദ്യം സംസാരിക്കുന്നതും എൻ്റെ സാന്നിധ്യത്തിലാണ് എന്ന് ഗിരീഷ് ചന്ദ്രസേനൻ പറയുകയാണ്. എന്താണത്? ഈ ഈശ്വരനെ അറിയാൻ എളുപ്പമാണോ എന്ന് ത്രൈലോക്യനോട് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണിവിടെ. എന്താണത്? ഭഗവാൻ എല്ലായിടത്തും എല്ലാവരോടും സമീപിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും സംവദിക്കുന്നതും എല്ലാം തന്നെ ഈശ്വരനെ നേരിട്ട് കാണുക, അറിയുക എന്ന ഉപദേശമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ അറിയുന്നത് കേശവചന്ദ്രസേനൻ എന്ന് പറഞ്ഞ ഒരാൾ ഈശ്വരനെ സാക്ഷാത്കരിച്ചിട്ട് ഉണ്ട് എന്ന്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് ഒരു അത്ഭുതമായി, അങ്ങനെ ഒരാളുണ്ടോ, ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരാളുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വന്നത് എന്ന് ഗിരീഷ് ചന്ദ്രസേനൻ പറയുകയാണ്. എന്നിട്ടാണ് കേശവചന്ദ്രസേനൻ്റെ അടുത്ത് ശ്രീരാമകൃഷ്ണദേവൻ വന്നപ്പോൾ ആദ്യം ഹൃദയനാണ് വന്നത്. നമുക്കറിയാം, ഭഗവാൻ അവിടെ കുതിരവണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. ആദ്യം ഹൃദയനാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മാവൻ വന്നിട്ടുണ്ട്, അമ്മാവന് അങ്ങയെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അങ്ങ് ഈശ്വരനെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഹൃദയൻ അത്രയും കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കേശവചന്ദ്രസേനോട്. ഇത് ഗിരീഷ് ചന്ദ്രസേനൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗിരീഷ് ചന്ദ്രസേനൻ പിന്നീട് ഇത് കോട്ട് ചെയ്തത്. അപ്പോൾ ഹൃദയൻ പറഞ്ഞത്, അങ്ങ് ഈശ്വരനെക്കുറിച്ച് പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ശ്രീരാമകൃഷ്ണൻ വന്നിരിക്കുന്നത് എന്ന്, എൻ്റെ അമ്മാവൻ വന്നിരിക്കുന്നത് എന്ന് ഹൃദയൻ കേശവചന്ദ്രസേനോട് പറഞ്ഞു. അപ്പോൾ കേശവചന്ദ്രസേനൻ അനുമതി നൽകി. ശരി, വരാം എന്ന് പറഞ്ഞ് അനുമതി നൽകി. അങ്ങനെ ഹൃദയൻ തിരിച്ചുപോയി വണ്ടിയിൽ ചെന്ന് ശ്രീരാമകൃഷ്ണദേവനെ പിടിച്ചിറക്കി കേശവചന്ദ്രസേനൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പം ഗിരീഷ് ചന്ദ്രസേൻ പറയുന്നുണ്ട്, ചുവന്ന കരയുള്ള ഒരു മുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. അന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്, ഗിരീഷ് ചന്ദ്രസേനൻ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ രൂപം. ഒരു ചുവന്ന കരയുള്ള മുണ്ടാണ്, ധോത്തിയാണ് ധരിച്ചിരിക്കുന്നത്. ഷർട്ട് ധരിച്ചിരുന്നില്ല. ഈ ധോത്തിയുടെ നീണ്ടു കിടക്കുന്ന ഒരറ്റം കഴുത്തിലൂടെ ചുറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പുതച്ചിരിക്കുക, ഷർട്ട് ഇട്ടിട്ടില്ല. ഇതൊക്കെ ഗിരീഷ് ചന്ദ്രസേനൻ വളരെ വ്യക്തമായി ആ രംഗം വിവരിക്കുകയാണ്.
അപ്പോൾ ബംഗാളിലെ ഒരു പഴയ വസ്ത്രധാരണ രീതിയാണ്. ഷർട്ട് ഇടാതെ ധോത്തിയുടെ ഒരറ്റം നീട്ടി പുതയ്ക്കുക. സ്ത്രീകളും അങ്ങനെ തന്നെ സാരി ഉടുക്കുകയാണ്. കാര്യം സാരിയുടെ ഒരറ്റം കൊണ്ടാണ് ശരീരം മറയ്ക്കുന്നത്. അപ്പോൾ അത് ബംഗാളിലെ ഒരു അവരുടെ പരമ്പരാഗത ശൈലിയിലാണ്. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ വന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരസ്ഥിതി വളരെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ. ഗിരീഷ് ചന്ദ്രസേനൻ വിവരിക്കുക. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായി കേശവൻ ചന്ദ്രസേനോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈശ്വരനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് ഈശ്വരനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്കതെങ്ങനെയെന്നറിഞ്ഞാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. നമുക്ക് ഭഗവാൻ തന്നെ കേശവചന്ദ്രസേനൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങൾ ഈശ്വരനെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് അതെങ്ങനെയാണ് എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നത് എന്ന്. നോക്കൂ, ഇത് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേനെ വളരെ കാലങ്ങൾക്ക് മുമ്പേ കണ്ടിരുന്നു. അത് വളരെ യങ് സ്റ്റേജിൽ, കേശവചന്ദ്രസേൻ്റെ വളരെ യങ് സ്റ്റേജിൽ തന്നെ, വളരെ ചെറുപ്പക്കാരനായ കുട്ടി. അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കാര്യം അങ്ങനെ ഒരു കണ്ടുമുട്ടൽ, അത് എനിക്ക് തോന്നുന്നു ശ്രീരാമകൃഷ്ണദേവൻ കൽക്കട്ടയിൽ വന്ന 1850കളുടെ ആ ഒരു 54 അല്ലേ, 54, 55, 53, 52, 53, 50 ശേഷം 55-ലായപ്പോഴേക്കും ദക്ഷിണേശ്വരം ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് 3 വർഷം മുമ്പ്, ഇപ്പോൾ 53, 52, 53 കാലഘട്ടത്തിൽ രാംകുമാറിൻ്റെ മറ്റേ സംസ്കൃത വിദ്യാലയത്തിൻ്റെ ആ പ്രവർത്തനം നടക്കുന്ന കാലത്ത് വന്ന സന്ദർഭത്തിലെങ്ങാണ് അത് വിവരിക്കുന്നതെന്ന് തോന്നുന്നു, അതിൻ്റെ വിവരണം കേട്ടിട്ട്. കാരണം യാദൃച്ഛികമായി ബ്രഹ്മസമാജംകാരുടെ ഒരു സമ്മേളനം കേൾക്കാൻ അന്നത്തെ ശ്രീരാമകൃഷ്ണദേവന് സാധ്യമാവുകയും, ശ്രീരാമകൃഷ്ണദേവൻ അറിയില്ല ഇത് ആരൊക്കെയാണ് എന്താണെന്ന്. പക്ഷേ ഇയാളെ ശ്രദ്ധിച്ചു, കേശവചന്ദ്രസേനെ അന്ന് ശ്രദ്ധിച്ചു. കാര്യം അങ്ങേര് ഇരിക്കുന്നത് ഒരു ധ്യാനാവസ്ഥയിലായിരുന്നു എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഓർക്കുന്നുണ്ട്. ഒരു ധ്യാനാവസ്ഥയിൽ, ഇപ്പോൾ കണ്ണുകളൊക്കെ അടച്ച് ഇങ്ങനെ അപ്പോൾ അന്ന് ശ്രീരാമകൃഷ്ണദേവന് ബോധ്യപ്പെട്ടിരുന്നു ഈ ആൾക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാൻ കഴിവുള്ള ഒരാളാണ് എന്ന് അന്ന് തോന്നിയിരുന്നു. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ 55-ൻ്റെ 55-ന് മുമ്പുള്ളൊരു കാലഘട്ടമാണെങ്കിൽ ഇവർ തമ്മിൽ കാണുമ്പോൾ പിന്നെ 10 വർഷം കഴിയുന്നു. 75-ലാണ് പിന്നെ ഇവർ കാണുന്നത്. അല്ല, 55, 65, 70, 20 വർഷം 20 വർഷത്തിന് ശേഷമാണ് ഇവർ കാണുന്നത്. അപ്പോൾ അത്രയും മുമ്പ് ശ്രീരാമകൃഷ്ണദേവൻ നോട്ട് ചെയ്തിരുന്നു ഈ വ്യക്തിയെ എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. കാര്യം ശ്രീരാമകൃഷ്ണദേവനും കേശവചന്ദ്രസേനുമാണ് വളരെ അടുത്ത സൗഹൃദം പുലർത്തിയ ആൾ. കാരണം കേശവചന്ദ്രസേനൻ നിര്യാതനായി കഴിഞ്ഞപ്പോൾ ഒരിക്കലും മറ്റാരോടും മറ്റൊരു കാര്യത്തിലും വിഷമിക്കാത്ത, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ദുഃഖം പ്രകടമാക്കാത്ത ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, എൻ്റെ ശരീരത്തിൻ്റെ പാതി ഭാഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണ് കേശവചന്ദ്രസേനെക്കുറിച്ച്, എൻ്റെ വേർപാടിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്രയും അഗാധമായ ഒരു ബന്ധം ഇവർ തമ്മിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾ ഇന്ന് 1875 കേശവചന്ദ്രസേൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ച് പറയുന്നത് കേൾക്കാനായിട്ട് വരുമ്പോൾ കേശവചന്ദ്രസേൻ അതറിയില്ല. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ 20 വർഷം മുമ്പേ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണത്. അതിപ്പോൾ ഓരോരുത്തരെയും ഭഗവാൻ അങ്ങനെയാണല്ലോ, വളരെ കാലം മുമ്പേ തൻ്റെ വിചാരമണ്ഡലത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ച് കഴിഞ്ഞിരുന്നു. പിന്നീട് ഇവരൊക്കെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് രംഗപ്രവേശം ചെയ്യുന്നു എന്ന് മാത്രം. ഇവരൊക്കെ നേരത്തെ ഭഗവാൻ നിശ്ചയിച്ച് ഉറപ്പിച്ച ആളുകൾ തന്നെയാണ്. അതാണ് ഇതിനകത്തെ വ്യത്യാസം. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. ഇതാണ് ഇവരുടെ കണ്ടുമുട്ടലിൻ്റെ ഒരു തുടക്കം, ഈ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. പിന്നീടാണ് ഇന്ത്യൻ മിറർ. നോക്കൂ, ഈ 1875 കേശവചന്ദ്രസേനെ കണ്ടതിന് ശേഷം, ബ്രഹ്മസമാജം അംഗങ്ങളെ മുഴുവനും പരിചയപ്പെട്ടതിന് ശേഷം, അവരുമായിട്ട് ബ്രഹ്മോത്സവങ്ങളിലെല്ലാം പങ്കെടുത്തതിന് ശേഷം, അതോടുകൂടിയാണ് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഇന്ത്യൻ മിററിലും അതേപോലെ തന്നെ ധർമ്മതത്വ എന്ന പത്രങ്ങളിലെല്ലാം
ധാരാളമായി ലേഖനങ്ങൾ വരുന്നത് എന്ന് ഇത് നമ്മൾ നേരത്തെ കേശവ ചന്ദ്രസേൻ്റെ കഥ വായിക്കുമ്പോഴും നമ്മൾ കേട്ടതാണ് ഈ കാര്യം. ഏതായാലും അതിന് ശേഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള അറിവ്, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ബോധ്യം കൽക്കട്ടയിലെ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് ആദ്യമായി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ ലേഖനങ്ങളാണ് ഈ ഇന്ത്യൻ മിററിലും എല്ലാം പ്രസിദ്ധീകരിച്ച, കേശവ ചന്ദ്രസേനൻ പ്രസിദ്ധീകരിച്ച ആ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യമായൊരു പുസ്തകം ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് വരുന്നത്. അതൊരു പാംഫ്ലെറ്റ് പോലെ ആണ് ഇറക്കിയത്. കേശവ ചന്ദ്രസേനാണ് അത് പ്രസിദ്ധീകരിച്ചത്, പരമഹംസർ യുക്തി എന്ന പേരിൽ. ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത് ഈ പുസ്തകം എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതാപ് ചന്ദ്ര മജുംദാറാണ് പിന്നീട് ഇതിൻ്റെ ഈ ഗിരീഷ് ചന്ദ്ര സേനാണ് പിന്നീട് ഇതിൻ്റെ രണ്ടാം ഭാഗം എഴുതുന്നത്. ആദ്യ ഭാഗം നമ്മുടെ കേശവ ചന്ദ്രസേനാണ് എഴുതിയത്. അങ്ങനെ രണ്ട് ഭാഗങ്ങൾ എഴുതപ്പെടുന്നത് ഈ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ ലേഖനങ്ങളിൽ വന്നിരുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് രണ്ട് പുസ്തകങ്ങൾ, പരമഹംസർ യുക്തി, അതായത് പരമഹംസദേവൻ്റെ ഉപദേശങ്ങൾ എന്ന പേരിൽ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. രണ്ട് പാംഫ്ലെറ്റുകളാണ്, പുസ്തകമെന്നല്ല ഇതിനകത്ത് പറഞ്ഞിട്ട് പാംഫ്ലെറ്റാണ്. അപ്പോൾ വലിയ 10-20 പേജുള്ള കൊച്ചു ഒരു കൈപ്പുസ്തകം എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് 1978 ഗിരീഷ് ചന്ദ്രസേനൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്, ഈ ഗിരീഷ് ചന്ദ്രസേനൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 6 ഭാഷകൾ അറിയാം. 6 ഭാഷകൾ ഭംഗിയായി കൈകാര്യം ചെയ്യാനറിയാം. ബംഗാളി, അതുകൂടാതെ പാഴ്സി, അറബി, ഇംഗ്ലീഷ്, സംസ്കൃതം. ഇപ്പോൾ ബംഗാളി, പാഴ്സി, അറബി, ഇംഗ്ലീഷ്, സംസ്കൃതം. ഇത് കൂടാതെ അദ്ദേഹത്തിന് ഈ ഫ്രഞ്ച് ഭാഷ അതും വശമായിരുന്നു. അങ്ങനെ 6 ഭാഷകൾ അദ്ദേഹത്തിന് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷ് ഉൾപ്പെടെ. അപ്പം നിരവധി പേർ ശ്രീരാമകൃഷ്ണദേവനെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ട്, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ട് കേശവചന്ദ്രസേനെ കാണാൻ വരാറുണ്ട്. കാരണം കേശവചന്ദ്രസേനുമായിട്ടുള്ള ഈ ബന്ധം വന്നതിന് ശേഷമാണ് ഈ ഗിരീഷ് ചന്ദ്രസേനൻ പറയുന്നത്, പിന്നീട് പല ആളുകളും കേശവചന്ദ്രസേനെ തേടി വരുന്നത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞയച്ചു എന്നും പറഞ്ഞാണ്. നോക്കുക, അപ്പോൾ ആ ബ്രഹ്മസമാജത്തിൻ്റെ അംഗങ്ങളുമായി ശ്രീരാമകൃഷ്ണദേവൻ എത്രമാത്രമാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കുക. എന്താണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവരെ കേശവചന്ദ്രസേനൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാനുള്ള കാരണമായിട്ട് ഗിരീഷ് ചന്ദ്രസേനൻ പറയുന്നത്, അതായത് ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു മതം ആരംഭിക്കുക എന്ന ഉദ്ദേശമൊന്നുമില്ല. ഒരു സംഘം രൂപീകരിക്കാനും ശ്രീരാമകൃഷ്ണദേവൻ താല്പര്യമുള്ള ആളല്ല, ഉപദേശിക്കാനും താല്പര്യമില്ല. ഈ വരുന്ന പലരും നമുക്കറിയാലോ, അത് ഒരു സംഘം ചേരലിൻ്റെ രീതിയിലാണ് പലരും വരിക. അല്ലെങ്കിൽ ഒരു പുതിയ മതത്തെക്കുറിച്ച്, ഒരു മതം രൂപീകരിക്കുന്ന രീതിയിലാണ് പലരും വരിക. ഈ മതം രൂപീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, അന്ന് ബ്രിട്ടീഷ് ഭരണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം നടത്തുന്ന ആ സന്ദർഭത്തിൽ ബൈബിൾ ബേസ് ചെയ്തിട്ടുള്ള ആരാധനാക്രമങ്ങൾക്കായിരുന്നു മുൻഗണന കിട്ടിയിരുന്നത് ഈ ഉന്നത വ്യക്തിത്വങ്ങൾക്കിടയിലേക്ക്. അത് കേശവചന്ദ്രസേനും എല്ലാം ഫോളോ ചെയ്തിരുന്ന ആ ഒരു ശൈലിയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുത്വത്തിൽ തന്നെ പുതിയൊരു മതം രൂപീകരിക്കുന്ന തരത്തിലുള്ള താല്പര്യം ശ്രീരാമകൃഷ്ണദേവനെ പോലുള്ള ഒരാളുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് അറിഞ്ഞു വരുന്ന ഒരു വലിയ സംഘം അന്ന് കൽക്കട്ടയിലുണ്ടായിരുന്നു. അപ്പോൾ അവരിത് പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവനെ മുൻനിർത്തി ഒരു മതരൂപീകരണം പ്ലാൻ ചെയ്യാനുള്ള ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ പറയും, എൻ്റെ അടുത്തല്ല നിങ്ങൾ വരേണ്ടത്, നിങ്ങൾ കേശവചന്ദ്രസേനെ പോയി കാണാൻ പറയും. അങ്ങനെ കേശവചന്ദ്രസേനിലേക്ക് എത്തിയ നിരവധി പേർ കേശവചന്ദ്രസേനെ സ്വാധീനിച്ച് ശ്രീരാമകൃഷ്ണദേവനുമായി ബന്ധപ്പെട്ട് വരാൻ ആധ്യാത്മികമായ സംഘടനാ രൂപീകരണത്തിന് നിരവധി പേർ അക്കാലത്ത് വന്നിരുന്നു എന്ന് ഈ ഗിരീഷ് ചന്ദ്രസേനൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു രൂപീകരണം, അല്ലെങ്കിൽ അങ്ങനെ
ആ ഒരു സംഘടനാപരമായ ഒരു രൂപീകരണം എന്നുള്ളത് ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് നേരിട്ടില്ലെങ്കിൽ പോലും പിന്നീട് സ്വാമിജി ഉൾപ്പെടെ അന്തരംഗ ശിഷ്യന്മാർ പിന്നീട് ഒരു സന്യസ്ത ജീവിതത്തിലേക്ക് ഒന്നിച്ചു കയറുകയും പിന്നീട് അത് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാവുന്നൊരു ചരിത്രം. പക്ഷേ അതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഈ നിലവിലിരിക്കുന്ന ബ്രഹ്മസമാജം അംഗങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവരെ കേശവചന്ദ്രസേനൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരുന്നത്. പിന്നെ സംഭവിക്കുന്നത് കേശവചന്ദ്രസേനൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖം ബാധിക്കുകയും പിന്നീട് ബ്രഹ്മസമാജം വീണ്ടും രണ്ടായി നമ്മുടെ വിജയകൃഷ്ണ ഗോസ്വാമി ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടെ സാധാരണ ബ്രഹ്മസമാജമാകുകയും അത് വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയും അവരും ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വരുന്നു. കേശവചന്ദ്രസേനൻ നവവിധാൻ എന്നും പറഞ്ഞ് പുതിയൊന്ന് ശ്രമിച്ചു നോക്കിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചതുകൊണ്ട് പിന്നീട് അത് മുന്നോട്ട് പോകാതെ അദ്ദേഹം മരണമടയുകയും ചെയ്തു. അപ്പോൾ ഈ തരത്തിൽ പിന്നീട് ഈ ബ്രഹ്മസമാജത്തിൻ്റെ ഈ കൂട്ടായ്മകളെല്ലാം തന്നെ ഒന്ന് എന്താ പറയുക, അതിനെ ഒന്ന് കൃത്യമായി ക്ലിയറാക്കിക്കൊണ്ട് അതിനെയൊക്കെ ഒന്ന് കടഞ്ഞെടുത്തു. അതിൻ്റെ ആ മുഴുവൻ ആളുകളെയും സ്വാംശീകരിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു 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 തുടക്കം എന്നുള്ള നിലയിൽ ഈ ബ്രഹ്മസമാജത്തിൻ്റെ വരവോട് ഈ വ്യക്തികളെ വെച്ചുകൊണ്ടാണ് നടത്തിയത് എന്നാണ് ഈ പറഞ്ഞ ഇത്തരം ആളുകളുടെ ഈ ബ്രഹ്മസമാജത്തിൻ്റെ ആളുകളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇവരോടൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ നൽകിയ ഒരു ഉപദേശം, പ്രധാനമായ ഉപദേശം എന്തെന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമവും ഈശ്വരനും. ഇതായിരുന്നു ഈ ഈശ്വരനെ കാണണം, ഈശ്വരനെ അറിയണം എന്ന് പറഞ്ഞു വരുന്നവരോട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈശ്വരനെ അറിയാൻ എളുപ്പമാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ത്രൈലോക്യനോട് ചോദിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ പിന്നീട് അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ഈശ്വരനെ അറിയുക എന്നുള്ളതിന് ഗൃഹസ്ഥാശ്രമവും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവരെ ബോധ്യപ്പെടുത്തുന്നത്. അത് ഈ വചനാമൃതത്തിൽ നമുക്ക് 1-ാം വോള്യത്തിൽ തന്നെ 15-ാം ഭാഗം അധ്യായം 8 അത് വളരെ വ്യക്തമായി ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടി മാത്രം മാറ്റി വച്ചിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് അധ്യായം 8 തന്നെ ഗൃഹസ്ഥാശ്രമവും ഈശ്വരനും എന്നുള്ള അധ്യായം തന്നെയാണ്. ഇതിൽ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടി നൽകുന്ന അത് പറയാൻ കാരണം ബ്രഹ്മസമാജത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ അത് പറയുന്ന 8-ാം അധ്യായം തുടങ്ങുമ്പോൾ ബ്രഹ്മസമാജവും വേദപ്രതിപാദിത ദേവതകളും എന്ന്, അതായത് അമൃതൻ കേശവചന്ദ്രസേൻ്റെ മൂത്ത മകൻ അമൃതനുമായിട്ടൊക്കെ സംസാരിക്കുന്ന ആ ഒരു ഭാഗമാണ്. ബ്രഹ്മസമാജത്തിൻ്റെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ് അത് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഈ അധ്യായത്തിൽ കേശവചന്ദ്രസേൻ്റെ കമലകുടി എന്ന് പറയുന്ന വീട്ടിൽ പോയിരുന്നു. അപ്പം അവിടെയാണ് ബ്രഹ്മസമാജത്തിൻ്റെ അന്നത്തെ കുറച്ച് ആളുകൾ, ഭക്തന്മാർ, ആ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട ആളുകൾ അന്ന് ആ കമലകുടിയിൽ കേശവചന്ദ്രസേൻ്റെ മകൻ അവിടെ ഉണ്ട്. അപ്പോൾ കേശവചന്ദ്രസേൻ ഈ സന്ദർഭമായപ്പോഴേക്കും അദ്ദേഹം വേറെ നിര്യാതനായി കഴിഞ്ഞിരുന്നു. അപ്പം മകൻ അമൃതൻ വീട്ടിൽ കമലകുടിയിലുണ്ട്. അപ്പം അവിടെ അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വരുന്നത്, അമൃതൻ്റെ അടുത്ത്. ആ സന്ദർഭത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആളുകളും കൂടാതെ അയൽപ്പക്കത്തുള്ളവരും വന്നപ്പോഴാണ് അവരോടാണ് ഈ ഗൃഹസ്ഥാശ്രമവും ഈശ്വരനും എന്നുള്ള ഒരു ഭാഗം ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, അതായത് അയൽക്കാരൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുന്നുണ്ട് അതിൽ, മഹാശയ, അതായത് അത് പറയാൻ കാരണം ഇതിനകത്ത് മാതാപിതാക്കന്മാരെ ദേവീ ദേവന്മാരായി കാണുകയും സേവിക്കുകയും വേണം. മാതാപിതാക്കന്മാരെ ദേവീ ദേവന്മാരായി കാണുകയും സേവിക്കുകയും വേണം. ഈശ്വര ദർശനത്തിനു ശേഷം ലൗകിക ജീവിതം നയിക്കുന്നവന് സാധാരണയായി സ്വഭാര്യയോട് ഐഹിക ബന്ധമൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഇരുവരും ഭക്തർ തമ്മിൽ ഈശ്വര കാര്യങ്ങൾ പറയുന്നു, ഈശ്വര കഥകൾ പറഞ്ഞ് കാലം കഴിക്കുന്നു, ഭക്തന്മാരെ സേവിക്കുന്നു, സർവ്വഭൂതങ്ങളിലും ഭഗവാൻ വസിക്കുന്നു, ഇരുവരും അവരുടെ സേവ ചെയ്യുന്നു. ഭാര്യ ഭർത്തക്കന്മാരായിരിക്കുന്നവർക്ക് നൽകുന്നൊരു ഉപദേശമാണ്. അപ്പോഴാണ് അയൽക്കാരൻ ചോദിച്ചത്,
മഹാശയ അത്തരം ഭാര്യാഭർത്താക്കന്മാരെ കാണാൻ കിട്ടുകയില്ല. ആ ആൾ പറഞ്ഞു അങ്ങനെയുള്ള ഭാര്യാഭർത്താക്കന്മാരെയൊന്നും കാണാൻ കിട്ടൂല, ഇങ്ങനെ ജീവിക്കുന്നവരെ കാണാൻ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഉണ്ട്, വളരെ വിരളം, ഉണ്ടെന്നുള്ള സത്യം, പക്ഷെ വളരെ കുറച്ച് മാത്രം. ലൗകികന്മാർക്ക് അവരെ തിരിച്ചറിയാനാവില്ല. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. ഇങ്ങനെ ജീവിക്കുന്നവരെ ലൗകിക ചിന്തയുമായി നിൽക്കുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ വിചാരം എല്ലാവരും ഇങ്ങനെ ലൗകിക ഇതിൽ കാമിനി കാഞ്ചനത്തിലൊക്കെ പെട്ട് കഴിയുകയാണെന്ന്. പക്ഷെ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഈശ്വര കാര്യങ്ങൾ മാത്രം, ഈശ്വരോന്മുഖമായി മാത്രം ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്. എന്നാൽ ഇങ്ങനെ ജീവിക്കാൻ ഒക്കണമെങ്കിൽ ഇരുവരും നല്ല കൂട്ടരായിരിക്കണം. രണ്ടുപേരും ആ ഈശ്വരാനന്ദം ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധിക്കും. എങ്ങനെയുള്ളവർക്കാണ് സാധിക്കുക? രണ്ടുപേരും ഈശ്വരാനന്ദം ആസ്വദിച്ചിട്ടുള്ളവരായിരിക്കണം, എങ്കിലേ ഇത് സാധ്യമാവുകയുള്ളൂ. അതിന് ഭഗവാന്റെ പ്രത്യേക കൃപയും വേണം. അല്ലാഞ്ഞാൽ എപ്പോഴും സ്വൈരക്കേട് വരും. അങ്ങനെ വന്നാൽ തമ്മിൽ പിരിയേണ്ടതായി വരും. തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ വലിയ നരകമായിരിക്കും. ഭാര്യ രാപ്പകൽ ഭർത്താവിൻ്റെ അടുക്കൽ പിറുപിറുത്തു കൊണ്ടിരിക്കും. അച്ഛൻ എന്തിനെന്നെ ഇങ്ങോട്ട് കെട്ടി അയച്ചു? ഉണ്ണാനില്ല, കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വകയില്ല, ഉടുക്കാനില്ല, കുട്ടികൾക്ക് ഉടുക്കാനൊന്നുമില്ല, സ്വർണത്തിൻ്റെ വക കണി കാണാൻ പോലുമില്ല. നിങ്ങൾ എന്നെ എത്ര സുഖമായിട്ടാണ് പൊറുപ്പിച്ചിരിക്കുന്നത്. കണ്ണടച്ച് രാമരാമായം ചൊല്ലിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ വക കിറുക്കെല്ലാം കളഞ്ഞാട്ടെ എന്നൊക്കെ പറഞ്ഞ് സദാ സ്വൈരക്കേടുണ്ടാക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷമായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞു, ഈ വക പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തവരായെന്നും വരാം. എന്നാൽ പിന്നെ എന്തെല്ലാം ആപത്തുകളാണ്. അപ്പോൾ പിന്നെ എന്താണൊരു വഴി? ഇന്നും ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതാണ് വചനാമൃതത്തിൻ്റെ ഭഗവാന്റെ വചനാമൃതം നമ്മളെ എന്നും അത് ഏത് കാലത്തും പ്രസക്തമാണ്. ഈ ചോദ്യം നോക്കൂ, ഈ ഭക്തൻ ചോദിച്ച ഈ ചോദ്യത്തിന് ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തി. എന്താണ് ഈ അതെ 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 ഭക്തൻ മാഷമഹാശൻ തന്നെയാണ് ചോദിക്കുന്നത്. ഒരു ഭക്തൻ എന്നുള്ള ഗോപ്യനാമത്തിൽ അദ്ദേഹം തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് അപ്പം ഇന്നും പ്രസക്തി വരുന്നത് എന്താണ്? ഈ വക പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ട്. കാരണം മാഷ്ടമഹാശയൻ അത് അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് മാഷ്ടമഹാശയൻ അത് കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുന്നത്. മാഷ്ടമഹാശയൻ ഭഗവാന്റെ അടുത്ത് എത്തിയതിന് തൊട്ട് മുമ്പുള്ള സംഭവങ്ങളാണ് ഈ വിവരിക്കുന്നതെല്ലാം തന്നെ. അപ്പോൾ ഈ വക പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തവരായെന്നും വരാം മാതാപിതാക്കൾ. എന്നാൽ പിന്നെ എന്തെല്ലാം ആപത്തുകളാണ്. അപ്പോൾ പിന്നെ എന്താണ് വഴി സ്വാമി? ഇതിന് ഈ ഭക്തൻ ചോദിക്കുന്ന ഈ ചോദ്യം, അല്ലാതെ മാഷമഹാശൻ ചോദിക്കുന്ന ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഭഗവാനെ ആ ഉത്തരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണ്. മാഷമഹാശൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, വീട്ടിൽ താമസിച്ചുകൊണ്ട് ആധ്യാത്മ സാധന ചെയ്യുക എന്നത് വളരെ പ്രയാസമാണ്. വീട്ടിൽ താമസിച്ചുകൊണ്ട് ആധ്യാത്മ സാധന ചെയ്യുക എന്നത് വളരെ പ്രയാസം. അനവധി തടസ്സങ്ങളുണ്ട്. അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. രോഗം, ശോകം, ദാരിദ്ര്യം, പിള്ളേരുമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യയുമായി ചാർച്ചക്കേട്, അങ്ങനെ ഇതൊക്കെ ആയാലും ഉപായമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏകാന്തമായ സ്ഥലത്ത് പോയി ഭഗവാനോട് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ പ്രയത്നിക്കണം. അപ്പോൾ ഏകാന്തമായ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം എന്ന് പറയും. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. ഏകാന്തമായ സ്ഥലം എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയിരിക്കണം എന്ന് നിർബന്ധമില്ല. പുതിയ ഇതിലനുസരിച്ച് നമ്മൾ നമ്മുടെ ഇരിക്കുന്ന ആ ചുറ്റുപാടിനെ ഏകാന്തമാക്കാൻ നമുക്ക് കഴിയും. കാരണം നമ്മളിത് ആവശ്യമില്ലാതെ ചുറ്റുപാടുകളിലുള്ള എല്ലാം കൈയടത്താൻ പോകുമ്പോഴാണ് നമ്മുടെ ഏകാന്തത നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളത് സ്വയം ആ ഏകാന്തത്തിൽ ഇരിക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ഇവിടെ അയൽക്കാരൻ ചോദിച്ചത്, അപ്പോൾ എന്നാൽ വീട് വിട്ട് പുറത്തു പോകണോ എന്ന്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഏകാന്തത്തിലിരിക്കണം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞാൽ വാക്യാർത്ഥത്തിലെടുത്താൽ ആ അയൽക്കാരൻ ചോദിക്കുന്നത് അതാണ്, വീട് വിട്ട് പുറത്ത് പോകേണ്ടതുണ്ടോ? നമ്മുടെയൊക്കെ ചോദ്യങ്ങൾ, നമ്മുടെ സംശയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇതിൽ എത്ര കൃത്യമായിട്ട് അടുക്കി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, തീർത്തും വിടണ്ട, അങ്ങനെ വീട് വിട്ട് അങ്ങ് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല. അവസരം കിട്ടുമ്പോൾ ഏതെങ്കിലും നിർജ്ജന സ്ഥലത്ത് പോയി 1 or 2 താമസിക്കണം. അല്ലെങ്കിൽ അതാണ് നമ്മൾ ചിലപ്പോൾ ചില ആശ്രമങ്ങളിലൊക്കെ പോയി താമസിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതാണ് അന്ന് ഈശ്വരാൻ സ്വാമി പറഞ്ഞത്, ഗുരുവായൂർ പോയി
താമസിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അവിടുത്തെ വിശേഷം പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് കടകളുണ്ടെന്നാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണനുള്ള കാര്യം അയാൾ അറിഞ്ഞില്ല എന്ന് ആ ഭക്തൻ പറയും. അപ്പോൾ ഗുരുവായൂർ പോയി ഏകാന്തത്തിൽ താമസിച്ചിട്ട് അവിടെ പോയി കടകളിൽ ചുറ്റിക്കറങ്ങിയിട്ട് ഏകാന്തത കിട്ടൂല. അവിടെ ഭഗവത് കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ലൗകിക കാര്യങ്ങളുമായി ഒരു ബന്ധവും പാടില്ല. അതാണ് പറഞ്ഞത്. നമ്മൾ എവിടെയാണോ ഏകാന്തത്തിൽ അല്ലെങ്കിൽ വീട് വിട്ട് 1-2 ദിവസം മാറി താമസിക്കുമ്പോൾ അങ്ങനെ ഒരു ഇടം തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നാലോചിക്കണം, അവിടെ ലൗകികമായ ഒരു ബന്ധം പാടില്ല. നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതുപോലുള്ള മഹാക്ഷേത്രങ്ങളിൽ നമ്മൾ തീർത്ഥാടനം പോകുമ്പോൾ നമ്മൾ ആദ്യം പർച്ചേസാണ് നമ്മുടെ പ്രധാനം. അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞപ്പോൾ, ഭക്തന്മാരെല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ എല്ലാവരും കൂടെ വന്ന ഭക്തസംഘത്തിലുള്ളവരെല്ലാവരും കൂടെ പറഞ്ഞ് കൽക്കട്ടയിൽ പോകണം, കൽക്കട്ടയിൽ പോയി കുറേ സാരി മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അപ്പോൾ അതുവരെ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒരു ലൈൻ ബസ്സിനെ നമ്മുടെ സൗകര്യത്തിന് ആക്കി തന്നതാണ്. ബെല്ലൂർ മഠത്തിൽ നിന്ന് അവിടെ ലൈൻ ബസ്സായിട്ട് ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ്സിനെ നമ്മുടെ സൗകര്യത്തിന് തന്നിട്ട് അതിൻ്റെ പുറത്ത് ബേലൂർ മഠം എന്ന് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇവർ ഈ സാരി മേടിക്കാൻ പോകണം അല്ലെങ്കിൽ ടൗണിൽ പോയി പർച്ചേസ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ വന്ന നമുക്ക് വേണ്ടി വന്ന ഇവിടെ നമ്മുടെ നിർവ്വണാൻ സ്വാമി, തിരുവല്ല ആശ്രമ അധ്യക്ഷൻ നിർവ്വണാൻ സ്വാമി പറഞ്ഞ് എനിക്കെന്തായാലും പർച്ചേസ് ഒന്നും താല്പര്യം, അത് നിങ്ങൾ പൊക്കോ, ഞാനിവിടെ ദക്ഷിണേശ്വരത്ത് കാളിക്ഷേത്രത്തിൽ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളും 1-2 പേർ ഇറങ്ങി. ബാക്കി എല്ലാവരും കൽക്കട്ടയിൽ പർച്ചേസിന് പോയി. ഞങ്ങൾ ഇത്രയും ദിവസം അവിടെ സഞ്ചരിച്ചിട്ട് ഒരു പോലീസും ഞങ്ങളെ പിടിച്ചില്ല. എപ്പോഴാണോ പർച്ചേസിന് പോയത് അന്ന് ഈ വണ്ടിയെ പിടിച്ച് 5000 രൂപ ഫൈനും അടച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ നിർവ്വണാൻ സ്വാമി പറഞ്ഞു, ഇതാണ് പറഞ്ഞത്, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുമ്പോൾ പോലീസ് പിടിച്ച് ഫൈൻ അടയ്ക്കും. കാര്യം ലൈൻ ബസ് ഇങ്ങനെ ഓടിക്കാൻ പാടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ലൈൻ ബസ് അയാൾ 5000 രൂപ അടച്ചെങ്കിലും നമ്മൾ കൊടുക്കണം പിന്നെ അയാൾക്ക്, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ലൈൻ ബസ് ഇതുപോലെ ടൂർ ഓപ്പറേറ്റിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അത്രയും സ്വാമിയം കൊണ്ട് നടന്നപ്പോഴും തീർത്ഥാടനത്തിന് പോയപ്പോഴും പോലീസ് പിടിച്ചില്ല. എത്രയോ പോലീസുകാരുടെ മുമ്പിൽ കൂടിയാണ് പോയത്, പിടിച്ചില്ല. പർച്ചേസിന് പോയി മാർക്കറ്റിലേക്ക് വണ്ടി കൊണ്ടുപോയി അവർ പിടിച്ചു. അങ്ങനെ 5000 രൂപ ഫൈൻ അടിച്ചു എന്ന് പറഞ്ഞു. അതാണ് ഇപ്പം ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ നമ്മൾ ഈ 1-2 ദിവസം പോയി താമസിക്കണമെന്ന് പറയുമ്പം അപ്പോൾ ലൗകിക കാര്യങ്ങളുമായി ബന്ധം പാടില്ല. ലൗകിക ജനങ്ങളുമായി ലൗകിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഒന്നുകിൽ ഏകാന്തത്തിൽ വാഴണം, അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെ കഴിയണം. നമുക്ക് സത്സംഗങ്ങളാകാം. അപ്പം അങ്ങനെ സത്സംഗങ്ങളിൽ കഴിയാം, അല്ലെങ്കിൽ ഏകാന്തത്തിൽ കഴിയാം. പക്ഷേ ലൗകിക ബന്ധം ഒഴിവാക്കിക്കൊണ്ട് ഇത് 1-2 ദിവസമേ ഭഗവാൻ പറഞ്ഞുള്ളൂ. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളിതിപ്പോൾ വീടും വിട്ടിറങ്ങി, ഭഗവാൻ പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾ വീട് വിട്ടൊന്നും ഇറങ്ങിപ്പോകരുത്. അതാണ് ഗൃഹസ്ഥാശ്രമികൾക്ക് നൽകുന്ന ഒരു ഉപദേശത്തിൻ്റെ ഏറ്റവും കൃത്യമായ ഉപദേശങ്ങളാണ്. ഭഗവാൻ ഒരു വരി പോലും അതിൽ നിന്ന് മാറ്റാനില്ല. നിങ്ങൾ തീർത്തും വിടേണ്ട ആവശ്യമില്ല. പക്ഷേ 1-2 ദിവസം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറി താമസിക്കുമ്പോൾ ലൗകിക ബന്ധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സജ്ജനങ്ങളുടെ കൂടെ ഏകാന്തത്തിലോ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെയോ ഈശ്വര ധ്യാനം കഴിയണം. അപ്പോഴാണ് അയൽക്കാരൻ ചോദിച്ചത്, അങ്ങനെയാണ് ഇപ്പം സജ്ജനങ്ങളെ എങ്ങനെ അറിയും? അപ്പം നമ്മൾ ഈ കൂടെ പോണ ആളുകളൊക്കെ ശരിയാണോ എന്ന് നമ്മളെങ്ങനെ അറിയും? അപ്പം അതിന് ഉത്തരവുണ്ട്. തൻ്റെ മനസ്സും പ്രാണനും അന്തരാത്മാവും ഈശ്വരനിൽ സമർപ്പിച്ചവൻ സജ്ജനമാണ്. സജ്ജനം ആരാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ അത് തൻ്റെ മനസ്സും പ്രാണനും അന്തരാത്മാവും ഈശ്വരനിൽ സമർപ്പിച്ചവനാണ് സജ്ജനം. കാമിനി കാഞ്ചനങ്ങളെ ത്യജിച്ചവൻ സജ്ജനം. സത്തുക്കൾ സ്ത്രീകളെ ലൗകിക ദൃഷ്ടിയിൽ കാണുന്നില്ല, അതേപോലെ എപ്പോഴും അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ സ്ത്രീകളെ അമ്മയായി കാണുന്നു, പൂജിക്കുന്നു. ഇത് അപ്പോൾ ഏറ്റവും വളരെ സാത്വികമായ ജീവിതം ഒരു ജീവിതക്രമമായി സ്വീകരിച്ച ആളുകൾ എന്നുള്ള നിലയിലാണ് ഭഗവാൻ ഇതിനകത്ത് ഉപദേശിക്കുന്നത്. അപ്പം ഈ തരത്തിലാണ് ഇതൊരിക്കലും ഈ ബ്രഹ്മസമാജം പെട്ട അംഗങ്ങൾക്കൊരിക്കലും ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കേട്ട് പരിചയം പോലുമില്ല. വളരെ വ്യത്യസ്തമായ രീതിയിൽ ലൗകിക ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥാശ്രമികളായ വ്യക്തികൾ എപ്രകാരം ജീവിക്കണം എന്ന് ഭഗവാൻ നൽകുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അത്രയും ലളിതമാണ്. ആ ലളിതമായ ഉപദേശങ്ങൾ ഇതാർക്കും സ്വീകരിക്കാം. ഈശ്വരനെ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും സ്വീകരിക്കാവുന്ന വളരെ ലളിതമായി. അതാണ് ഭഗവാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ തവണയും നമ്മൾ പറഞ്ഞു, പൂജ ചെയ്യുകയോ വലിയ ഹോമം നടത്തുകയോ ഒന്നും അല്ല ഇതിനകത്ത് പ്രധാന കാര്യം. അതൊക്കെ പൂജാക്രമങ്ങൾക്കകത്തുണ്ടെങ്കിൽ പോലും പ്രധാനം അതല്ല. ഈശ്വരനെ അറിയുക എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം
നമ്മുടെ ജീവിതക്രമം എങ്ങനെ നമ്മൾ മാറ്റുന്നു എന്നതാണ്. ഇതാണ് നമ്മുടെ ബ്രഹ്മസമാജം അംഗങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ആ ഉപദേശമായിട്ട് വരുന്നത്. ഇന്ന് നമുക്കിവിടെ നിർത്താം. അടുത്ത ദിവസം നമുക്ക് കൂടുതൽ ബ്രഹ്മസമാജ അംഗങ്ങളുടെ കൂടുതൽ വിവരങ്ങളിലേക്ക്, അവരെങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ട ഓരോരുത്തരിലും ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം കൂടുതൽ കേൾക്കാം. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സാർ. നമസ്തേ. നമസ്തേ. വീട്ടിലിരിക്കുന്ന സ്ത്രീയെ പോലെ ഏത് സമയവും ഭഗവാനെ ഓർക്കാൻ സാധിച്ചാൽ ഭാഗ്യം. അതെ അതെ നല്ല മനോഹരമായിട്ടുള്ള. അതെ, നമ്മളോടൊപ്പം ഭഗവാനെ ഉണ്ട്. ഭഗവാനെ ആലോചിച്ച് ഭഗവാന്റെ സഖ്യത്തിൽ ഇരിക്കുകയാണെന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് ഒരു വിഷമവും, പിന്നെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. എത്ര സുഖകരമായ കാര്യമാണ് ഭഗവാൻ സഖ്യത്തിലിരിക്കുക. എത്ര സുഖം, ഒന്നും അറിയണ്ട, സുഖമാണത്. പലരും പറയാം അങ്ങനെ പറ്റും. ബാക്കി മുഴുവൻ ഭഗവാനാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ജോലിയും ചെയ്യണ്ട, ഭഗവത് സഖ്യത്തിൽ ഇരുന്നാൽ മാത്രം മതി. പൂർണ്ണമായിട്ട് വളരെ സന്തോഷകരമായിട്ട് വളരെ സുഖകരമായിട്ട് നമുക്കിരിക്കാൻ പറ്റും. ഓം ശ്രീ ശാരദാദേവ്യൈ നമഃ. ഓം ശ്രീ ശാരദാദേവ്യൈ നമഃ. ഓം ശ്രീ ശാരദാദേവ്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം.